സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് SP തന്റെ ഫോണിനകത്ത് ഒരു ഫോട്ടോ എടുത്ത് അഖിലിനെ കാണിക്കുകയാണ്. ആ ഫോട്ടോ കണ്ടിപ്പോ അഖിലൊന്നും ഞെട്ടിപ്പോയി. കുറച്ചു മുമ്പ് താൻ ഇവളുമായിട്ടൊന്നും വഴക്കുണ്ടാക്കിയതാ, ഇത് ആ പെണ്ണല്ലേന്ന് ഓർക്കുകയാണ്. അതേ സമയത്ത് SP പറഞ്ഞു, ഇതാരാന്ന് മനസ്സിലായോ? മാധവ മേനോന്റെ ഇളയ പുത്രി സ്വാതികയാന്ന് പറയണം. ഇവളിവിടെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഒരു അമ്പരപ്പോട് കൂടിയിട്ട് അഖില് വീണ്ടും ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി. അല്ല സാറേ, ഈ ഫോട്ടോ എനിക്ക് കാണിച്ച് അതെ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന്. കാരണം മാധവമേനന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേങ്കില് ഇവളുമായിട്ടൊന്ന് ചെങ്ങാത്തം കൂടുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചേക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രകുമാർ പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ സാറേ? അപ്പോഴേക്കും SP പറഞ്ഞു, അതെ, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, എനിക്കറിയാം, താനോടെ മിണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് അഖിലിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയണം, എങ്ങനെയാണ് മാധവമേനൻ മരിച്ചത്, പിന്നെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഇവളെ ഒന്ന് സ്വാധീനിച്ചാൽ മതി എന്ന് പറയണം. പിന്നീട് അഖിൽ പറഞ്ഞു, ഓക്കെ സാർ, ഞാൻ ആ കാര്യം ഏറ്റെന്ന് പറഞ്ഞു. പിന്നീട് അഖിലോർത്ത് കുറച്ച് മുമ്പായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അവളുമായിട്ട് വഴക്കടിക്കുകയും ചെയ്തു. ഇനിയിപ്പം തന്നെ കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വരും. എന്നാലും സാരമില്ല, സ്വാതിയെങ്കിൽ സ്വാതി വഴി എങ്ങനെയെങ്കിലും ഈ കേസിനെ കുറിച്ച് അല്ലെങ്കിൽ മാധവമേനന്റെ മരണത്തെക്കുറിച്ചൊന്ന് അറിയണമെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അതേസമയം പല്ലവി സേതുവും കൂടെ നേരെ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ എങ്ങനെയെങ്കിലും മയൂരിയുടെ ശ്രീകാന്തിന്റെയും വിവാഹം നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ ലക്ഷ്മിയമ്മയെ മേലെടുത്ത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. മേലെടുത്ത വീട്ടിലെ വേണുഗോപാലും വെല്ലുവിളിച്ചിരിക്കുക സേതുവിനെ. നിനക്ക് ചുണയുണ്ടെങ്കിൽ നീ മയൂരിയുടെ ശ്രീകാന്തിന്റെ വിവാഹം ഒന്ന് നടത്തി കാണിക്കുക. അങ്ങനെ നടത്തുവാണെങ്കിൽ ഞാൻ ലക്ഷ്മിയെ ഞാൻ മേലെടുത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന്. വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കാൻ സേതുവിന് പറ്റുമോ? സേതു അതങ്ങ് തീരുമാനിച്ചു. ഉറപ്പായിട്ട് എന്താ വിവാഹം നടത്തുമെന്ന്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ശ്രീകാന്താണ് ഇറങ്ങി വരുന്നത്. ശ്രീകാന്തിന് ആരാ എന്താണെന്ന് മനസ്സിലായില്ല. ശ്രീകാന്ത് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അത് ഞാൻ മയൂരിയുടെ സഹോദരനാന്ന് പറയണം. മയൂരിയുടെ സഹോദരനാ? അതെ, സേതുമാധവൻ. സേതുമാധവനോ? ഒന്നും മനസ്സിലായില്ല ശ്രീകാന്തിന്. ശ്രീകാന്ത് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ സേതുമാധവനോ? അതെ, ഞാൻ സേതുമാധവൻ, ഇതെന്റെ ഭാര്യ പല്ലവി എന്ന് പറയണം. അല്ല, സേതുമാധവൻ വേറൊരാളാണല്ലോ എന്ന് പറഞ്ഞു മയൂരിയുടെ സഹോദരന്. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, അതെ, ഫേക്ക് ആയിട്ടൊരാളായിരുന്നു. ഒറിജിനൽ ആയിട്ടുള്ള സഹോദരൻ ഇതാണ് സേതുമാധവൻ. അന്ന് നിങ്ങളോട് വന്ന കാര്യങ്ങളൊക്കെ വിസ്തീരിച്ചില്ലേ, ഞാൻ ലക്ഷ്മി അമ്മയുടെ മോനാന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊന്നും പക്ഷെ ഞാൻ ആയിരുന്നില്ല പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാളൊരു അത്ഭുതത്തോട് കൂടിയിട്ട് സേതുവിനെ നോക്കുകയാണ്. പിന്നീട് പല്ലവി ചുരുക്കത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം സേതു പറഞ്ഞു, മയൂരിക്ക് തങ്ങളെ ഇഷ്ടമാണ്, ശ്രീകാന്തിന് ഇഷ്ടമാണ്. അപ്പം മയൂരിയോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മയൂരിയാണ് പറഞ്ഞത് ശ്രീകാന്തിന് ഇഷ്ടമാണെങ്കിൽ ഇപ്പോഴും അവൾക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞേ. അത് കേട്ടത് ശ്രീകാന്ത് പറഞ്ഞു, അല്ല, അവളുടെ അച്ഛനെ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു തവണ വഴിക്ക് വെച്ച് ഞങ്ങൾ തമ്മിലൊന്ന് കണ്ടുമുട്ടിയായിരുന്നു. ആ സമയത്ത് അവളെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു, എന്റെ കർണത്തിനിട്ടൊക്കെ തല്ലുകയും ചെയ്തു. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ മയൂരി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീകാന്തിന് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെങ്കിൽ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഉടനെ ശ്രീകാന്ത് പറഞ്ഞു, കയറി ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന്റെ അമ്മായി അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ അമ്മാവന്റെ അമ്മായിയുടെ കൂടെയാണ് ശ്രീകാന്ത് നിൽക്കുന്നത്. അമ്മ ചോദിച്ചു, ഇതാരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, അതെ, ഇത് മയൂരിയുടെ സഹോദരനാന്ന് പറയണം. അപ്പോഴേക്കുമാണ് ശ്രീകാന്തിന്റെ അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താന്നൊക്കെ ചോദിച്ചു. അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇവര് മയൂരിയുടെ ആലോചനയായിട്ട് വീണ്ടും വന്നാന്ന് പറഞ്ഞു. ഇവർക്ക് വിവാഹത്തിന് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശ്രീകാന്തെ, ഈ ആലോചന നമ്മൾ വേണ്ടെന്ന് വെച്ചാലേ എത്രയും പെട്ടെന്ന് തന്നെ ഇവര് പറഞ്ഞു വിടാൻ നോക്കണം. നിന്റെ അമ്മാവൻ വരാൻ സമയമായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷെ ശ്രീകാന്ത് അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കമായിരുന്നില്ല. കാരണം ഒരിക്കൽ തനിക്ക് മയൂരിയെ നഷ്ടപ്പെട്ട പിന്നീട് ശ്രീകാന്ത് ആ പിന്നാലെ പോവുകയും ചെയ്ത. പക്ഷെ ഇനിയിപ്പം എന്ത് ചെയ്യണം, മയൂരിക്ക് താല്പര്യമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ താൻ പിന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഒടുവിൽ ശ്രീകാന്ത് സേതുവിനോട് പറഞ്ഞു, സേതുവേട്ട കുറച്ച് സമയം ഇരിക്കുക, ഒരു പക്ഷേങ്കിൽ അമ്മാവൻ ഇപ്പം തന്നെ വരുമായിരിക്കും എന്ന് പറയണം. ആ സമയം അമ്മ പറഞ്ഞു, മര്യാദയ്ക്ക് പറഞ്ഞു കേട്ടോ, നിന്റെ അമ്മാവൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ശ്രീകാന്ത് അതിന് കൂട്ടാക്കില്ല. ആ സമയത്ത് ഋതു ഒരു കാര്യം തീരുമാനിച്ചു.
തന്റെ വയറ്റി വളരുന്ന അസുരവിത്തിനെ ഇല്ലാതാക്കണം. അത് അവന്റെയാണ്, ഇന്ദ്രന്റെയാണ്. ഒരു കാരണവശാൽ അങ്ങനെ ഒരു കുഞ്ഞി ഭൂമി ജനിക്കാനായിട്ട് പാടില്ല. അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് പണിയാണ്. താൻ ആ കുഞ്ഞിനെ നോക്കി ആജീവനാന്തകാലം തന്റെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. അവന് തന്നെ ഇഷ്ടമില്ലാത്തടത്തോളം കാലം പിന്നെ അവന്റെ കുഞ്ഞിനെ താൻ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെയായിരുന്നു. അങ്ങനെ ഒടുവിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിക്കുകയാണ്. ഡോക്ടറെ വിളിച്ചിട്ട് ഋതു പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഋതുവാന്ന് പറഞ്ഞു. അപ്പൊ ആരും കാണാതെ മുറ്റത്ത് വന്നെന്നാ സംസാരിക്കുന്നത്. അല്ല, എന്താ ഋതുകാന്ന് ചോദിച്ചു. അല്ല ഡോക്ടറെ, എനിക്ക് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്നുണ്ട്. കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, ഞാൻ പ്രഗ്നന്റ് ആണ്. പക്ഷേ എങ്കിൽ എനിക്കിപ്പം എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്നാ. വേണ്ടെന്നോ? അതിന് കാരണം എന്താ? അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് ഡോക്ടറെ. എനിക്ക് ഡോക്ടറെ അപ്പോയിൻമെന്റ് കിട്ടുമോ? എനിക്കൊന്ന് വന്ന് കാണാനൊക്കെയാന്ന് പറയണം. എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട, എനിക്ക് അബോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വരാൻ പറയണം, നോക്കാന്ന് പറയണം. അങ്ങനെ ഋതു പകുതി സമാധാനത്തോടു കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത്. ഹോസ്പിറ്റലിലേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു അങ്ങനെയാണ് ഞാനും വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഋതു സമ്മതിച്ചില്ല. എൻ്റെ കൂടെ ആരും വരണ്ട, എനിക്കറിയാൻ പോകാനായിട്ടെന്ന് പറഞ്ഞു. ആ സമയം പൂർണ്ണ പറഞ്ഞു, നിനക്കെന്താ നീ എന്തിനാ തന്നെ പോന്നേ? തനിച്ച് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയ സ്ത്രീകളൊക്കെ തനിച്ച് പോകത്തില്ലാത്ത പോലെ ഭർത്താവില്ലാത്തവർക്കും ജീവിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, ഭർത്താവുണ്ടല്ലോ ഋതു. അതുള്ളതും ഇല്ലാത്തതും എല്ലാം കണക്കല്ലേ. അവനെ പോലുള്ള ഒരുത്തന് ഭർത്താവാന്ന് പറയാൻ പോലും എനിക്കിപ്പം നാണക്കേടാ. അവനൊരിക്കലും എൻ്റെ ഭർത്താവായിട്ട് വേണ്ടാന്ന് പറഞ്ഞു. പൂർണ്ണിമയ്ക്ക് ദേഷ്യം വന്നു. പൂർണ്ണിമ പറഞ്ഞു, പറയുന്ന അനുസരിക്കതോ ഋതു. ഋതു പക്ഷെ അംഗീകരിച്ചില്ല. ഋതു തനിച്ച് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോഴേക്കും പൂർണ്ണിമ വെച്ചു, നീ എന്തിനുള്ള പുറപ്പാടാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ഈ അസുര വിത്ത് എൻ്റെ വയറ്റിലുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ. ഇത് ഞങ്ങൾ തീർത്ത് കളയാണ്, പിന്നെ പ്രശ്നമില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും പൂർണ്ണിമയ്ക്ക് സഹിച്ചില്ല. പൂർണ്ണിമ അവളുടെ കർണം തീർത്തെന്ന് പൊട്ടിക്കുന്നുണ്ട്. നീ ഇത് എന്ത് ഭാവിച്ചാന്നൊക്കെ ചോദിച്ച് കുറെ ചീത്ത പറയുന്നുണ്ട്. പക്ഷെ ഋതു അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഋതു ഇറങ്ങി അങ്ങോട്ട് പോകുവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറെ അടുത്തെത്തി. അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഡോക്ടറെ, എനിക്ക് ഈ കുഞ്ഞിനൊരു താല്പര്യമില്ല. കാരണം എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട. ഭർത്താവ് ഋതുവും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച്, ഇന്ദ്രനും ഋതുവും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഡോക്ടറോട് വിശദമായിട്ട് സംസാരിക്കണം. ആ സമയത്ത് അവിടെ പ്രായമായ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നേഴ്സ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ വരട്ടെ, അങ്ങനെയാണ് ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ എന്ന് അവർ മനസ്സിൽ കരുതി. പക്ഷേ ഡോക്ടർ പറഞ്ഞു, അതെ, ഈ അവസ്ഥയിൽ എന്താണെങ്കിലും ഇനി അബോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി കുഞ്ഞു പുറത്തു വരാൻ കുറെ കാലം മാത്രമേ ഉള്ളൂ, കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഒരു അബോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനും അമ്മയ്ക്കും ദോഷം ചെയ്യുന്ന കാര്യമാണ്. അമ്മയെ കൂടെ ബാധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയണം. അബോർട്ട് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. പക്ഷെ ഇത് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഡോക്ടറെ ഇതിനൊന്ന് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടർ സമ്മതിച്ചില്ല. ഒടുവിൽ ഋതുവിന് നിരാശയായി. ഋതു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് അവിടുത്തെ നേഴ്സ് ഋതുവിന്റെ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, പോകുവാണോ കൊച്ചെ? എനിക്ക് മനസ്സിലായ കൊച്ചിന്റെ അവസ്ഥ എന്താന്ന്. കൊച്ചു വിഷമിക്കൊന്നും വേണ്ട. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഈ കുഞ്ഞിനെ വയറ്റിലിട്ടോടെ നടന്നിട്ട് എന്ത് ചെയ്യാനാ? ജീവിതകാലം മുഴുവനും കൊച്ചിന് വേദന അനുഭവിക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞു. ഋതു പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇനി ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിനൊരു മാർഗമുണ്ട്, കൊച്ചിവിടെ ഇരിക്കുക, ഞാനെല്ലാം മാർഗം കണ്ടെത്തി പറയാന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. ഋതു പഴയ പ്രതീക്ഷയോട് കാത്തിരിക്കുവാണ്. ആ സമയത്ത് ശ്രീകാന്തിന്റെ അമ്മാവൻ അങ്ങോട്ടേക്ക് വരുന്നേ. ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന്റെ അമ്മാവൻ പറഞ്ഞു, ഒരു കാരണവശാലും ഈ ബന്ധം നടക്കാൻ പോകുന്നില്ല. നമ്മളത് അന്നേ വേണ്ടെന്ന് വെച്ചാലേ അമ്മയ്ക്ക് രണ്ടു കൂടി മക്കളൊക്കെ, അതൊന്നും നടക്കില്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞു. ശ്രീകാന്തൻ പറഞ്ഞു, അമ്മാവ ഒരു കാര്യം ഞാൻ പറയാം. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് മയൂരിയുടെ ഒപ്പം ആയിരിക്കും. മയൂരി എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ. മയൂരിയുടെ സ്വഭാവം നല്ലതാണ്. പിന്നെ മയൂരിയുടെ സ്വഭാവം നല്ലതെന്ന് നിനക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എടാ, നീ ഇതെന്ത് കണ്ടിട്ടാ? അത് കുടുംബ മഹിമയും പാരമ്പര്യമൊക്കെ ഉണ്ടോ? വലിയ മേലെടുത്ത് തറവാട്ടുകാരാന്നോർത്ത് എന്നിട്ട് എന്തായി ഇപ്പം? അതൊക്കെ കേട്ടിപ്പോ ശ്രീകാന്തിന് നല്ല ദേഷ്യവും സങ്കടമായി. ഒടുവില്ല ശ്രീകാന്ത് സേതുനോടും പല്ലുവേടും പറഞ്ഞു, അതെ സേതുട്ട, ഞാൻ വിളിക്കാന്നൊക്കെ പറയണം. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പിന്നാലെ വന്നിട്ട് പറഞ്ഞു, ഉറപ്പായിട്ടും ഞാനും മയൂരും തമ്മിലുള്ള വിവാഹം നടക്കും. എനിക്ക് മയൂരി ഇഷ്ടമാണ്. പിന്നെ ഇവരുടെ സമ്മതം അത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വിളിക്കാന്നൊക്കെ പറഞ്ഞ് സേതുവിനെ പല്ലവിയെ സമാധാനിപ്പിച്ച് വിടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഋതു വലിയൊരു ആപത്തിലേക്കാണ് ചെന്ന് വിടുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.